നിങ്ങൾക്ക് എന്റെ ടിഫിൻ ബോക്സിൽ നിന്ന് വരുന്ന നല്ല മണം അറിയാൻ പറ്റുന്നില്ലേ? എങ്ങനെയുണ്ട്? ഇല്ലല്ലോ. അങ്ങനെ ഇപ്പൊ ടിഫിൻ ബോക്സിൽ വെച്ച് എന്താ കൊണ്ടുവന്നേക്കുന്നത്? ഇന്ന് എനിക്ക് അമ്മ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അറിയാവോ? അതെന്താ? ആലു പറാട്ട, പിന്നെ മാങ്ങ അച്ചാറുണ്ട്. അടിപൊളിയായിരിക്കും. ആലു പൊറോട്ടയും പിന്നെ മാങ്ങയുടെ അച്ചാറും ഉണ്ടെന്നോ? വണ്ടി, നിന്റെ അമ്മ നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കൊള്ളാം, നല്ല രുചിയുണ്ടായിരുന്നു. നീ എന്റെ ആലു പൊറോട്ട കട്ട് തിന്നല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലട തടിയാ. സാർ സാർ, ചിണ്ടു എന്റെ ടിഫിനൊക്കെ കട്ട് തിന്നിരിക്കുവാണ് സാർ. നിന്റെ ടിഫിൻ ബോക്സിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നോ? അതെ സാർ, ഉണ്ടായിരുന്നു. എന്റെ അമ്മ എനിക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കി തന്നതായിരുന്നു സാർ. ചിണ്ടു, മേലാൽ നീ ഇങ്ങോട്ട് വരരുത്. നീ ഇങ്ങനെ കുട്ടികളെ ശല്യം ചെയ്താൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. ഇനി മേലാൽ നിന്നെ ഈ സ്കൂളിന്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത്. എത്രയും വേഗം സ്ഥലം വിട്. ചിണ്ടു, നീ ഇവിടുന്ന് പോയിക്കോ. വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരരുത്. മിസ്റ്റർ കക്കർ, നമുക്ക് കുറച്ച് ദിവസത്തിന് ഒരു ടെമ്പററി ടീച്ചറെ വേണം. ഉള്ളിലേക്ക് വരാൻ എനിക്കൊരു ഐഡിയ കിട്ടിയിരിക്കുന്നു. വീരിൽ നിന്ന് എന്നെ ആർക്കും ഒരിക്കലും വേർപെടുത്താൻ കഴിയില്ല. എനിക്ക് സ്കൂളിന്റെ സ്റ്റുഡന്റ് ആവാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനൊരു ടീച്ചറായി മാറിയേക്കാം. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. സാർ, ഞാനൊരു ടീച്ചറാണ്. എന്റെ പേര് ദീൻ ദയാർ ശർമ്മ എന്നാണ്. എനിക്കൊരു ജോലി വേണം സാർ. ഓക്കെ ശർമ്മ, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചേ. ഒരൊറ്റ മിനിറ്റ്. എന്റെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയാണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. താൻ എന്ത് തമാശയോടെ കാണിക്കുന്നത്? ഡിഗ്രി എന്ന് പറഞ്ഞാ നിങ്ങൾ പഠിച്ച ഡിഗ്രി എനിക്ക് കാണേണ്ടത്. ചിലര് ഡോക്ടറിന് പഠിച്ച ഡിഗ്രി ഉണ്ടായിരിക്കും, മറ്റു ചിലര് എഞ്ചിനീയറിംഗിന് പഠിച്ച ഡിഗ്രി ഉണ്ടായിരിക്കും, മറ്റു ചിലർക്ക് പൈലറ്റിന് പഠിച്ച ഡിഗ്രി ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലും ഓരോ ഡിഗ്രി ആയിരിക്കും. ഞാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതായത് എക്സ്പീരിയൻസ് പിന്നെ നിങ്ങളുടെ ഡിഗ്രി, എഡ്യൂക്കേഷൻ ഡിഗ്രിയാണ് ഞാൻ ചോദിച്ചത്. ഓ, ഇത്രയും ഡിഗ്രീസ് ഉണ്ടോ? ഇതാ ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. നിങ്ങൾ ഡോക്ടർ, എഞ്ചിനീയർ, പൈലറ്റുമാണോ? വാവ്, അതുകൂടാതെ സയന്റിസ്റ്റുമാണോ? അമേരിക്കയിലാണോ നിങ്ങൾ ഡിഗ്രി ചെയ്തത്? സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ, ആർട്ടിസ്റ്റ്, സിംഗർ, ഡയറക്ടർ. എന്റെ അമ്മോ, നിങ്ങളാണ് കൊള്ളാലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു ഓൾ ഇൻ ഓൾ ആണല്ലോ സാറേ. പിന്നെ നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നോക്കുന്നേ? ബിക്കോസ് ഐ ലവ് ഈറ്റിംഗ്. അല്ല, ടീച്ചിങ്. അപ്പോ അതാണല്ലേ കാര്യം. മോനു, നീ എന്താ കരയുന്നേ? ഫാൽത്തു ഗഞ്ചിലുള്ള പിള്ളേര് എന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിക്കൊണ്ടുപോയി. മോനുവിന്റെ പൈസ ആരുടെ കയ്യിലാ ഉള്ളത്? മര്യാദയ്ക്ക് തിരിച്ചു കൊടുത്തേക്ക് വേഗം. നീ ഏതാടാ? മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം വിട്ട് ഓടുന്നത് എനിക്ക് നല്ലത്. മോനുവിന്റെ കയ്യിൽ നിന്ന് നീ പൈസ അടിച്ചു മാറ്റിയെന്ന് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞോളെ കാര്യം അറിയാലോ. എല്ലാരും കൂടി നിങ്ങളെ അടിച്ചിട്ട് പൈസ തിരിച്ചെടുക്കും. ആരാടാ നീ? നന്മയുടെ കൂട്ടുകാരൻ, തിന്മയുടെ ശത്രു. എന്റെ പേര് വീർ. അപ്പൂപ്പ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഇല്ല മോനെ വീർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ലാബിന്റെ ഡോർ എങ്ങനെ ഓപ്പൺ ആയത്? അപ്പൂപ്പ, ഹാർഡ് ഡിസ്ക് ആരോ മോഷ്ടിച്ചോണ്ട് പോയിരിക്കാ. വീർ, ഹാർഡ് ഡിസ്കിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് അതിന്റെ ലൊക്കേഷൻ ഉടനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. വേഗം ആ സ്പേസ്ഷിപ്പിലേക്ക് കേറ്.
അത് കണ്ടോ, ട്രെയിനിന്റെ ആ കോച്ചിലാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇപ്പോ ഉള്ളത്. നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഡയറക്ഷനിൽ ചെന്ന് ആ ട്രെയിനെ ഫോളോ ചെയ്യണം അപ്പൂപ്പ. ആരും പുറത്തേക്ക് പോകരുത്. ഇതൊക്കെ എന്ത് തരം മൃഗങ്ങളാ? ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരൂ, നമുക്ക് വേട്ടയാടാം. എല്ലാവരും എൻ്റെ അടുത്തേക്ക് വാ. ഇന്ന് നമുക്ക് വിരുന്നാണ്. എൻജോയ്. നിർത്ത് നിർത്ത്. റോബോ ബോയ്, അങ്ങോട്ട് നോക്ക്. ദേ റോബോ ബോയ്, അവൻ എത്തിക്കഴിഞ്ഞു. അത് ഞങ്ങളുടെ ഇരയാണ്. മര്യാദയ്ക്ക് അത് ഞങ്ങൾക്ക് തന്നെ വിട്ടു തന്നേക്ക്. ആനിമൽ ടോക്കിംഗ് മെഷീൻ ഓൺ. ഇവരൊക്കെ എന്റെ കൂട്ടുകാരാണ്. ഇവരെ വേട്ടയാടാൻ ശ്രമിച്ചാൽ അത് നിന്റെ അവസാനമായിരിക്കും. കൂട്ടുകാരെ, ആക്രമിക്ക. കൂട്ടുകാരെ, അവൻ നമുക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒട്ടും പുറകിലല്ല എന്ന് കാണിക്കണം. Roboboy suit on. വീർ, നീ എവിടെയുള്ളത്? നമ്മുടെ ഫ്രണ്ട് വീർ തിരിച്ചെത്തി കഴിഞ്ഞു.